ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും കൂടി വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ലക്ഷ്മിക്കും ദേവുവിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ദേവുവാണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് രണ്ടുപേർക്കുള്ള കുടിവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് സച്ചി രേവതിയെ നോക്കി കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ സ്പെഷ്യൽ മീൻ കറി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ട് മോളെ എന്ന് ലക്ഷ്മി മറുപടി പറയുമ്പോഴത്തേക്കുമാണ് സച്ചിക്ക് ആശ്വാസമാവുന്നത്. അതിനുശേഷം ദേവു സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയുടെ ഈ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്നോട് എല്ലാവരും അത് പറഞ്ഞു. അല്ല, ഈ ഷർട്ട് എവിടെ നിന്ന് എടുത്തതെന്ന് സച്ചി ചോദിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സ് തിരഞ്ഞെടുത്തത് ശരത്താണ് എന്ന് ലക്ഷ്മി പറയുന്ന നേരത്ത് സച്ചി ദേഷ്യത്തോടു കൂടി തന്നെ ഇരുന്നോടത്തിന് എഴുന്നേക്കാട്ടെ. ഒരു സമയത്ത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മകനെ എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് എടുത്തെന്ന് അവനാണല്ലേ, എന്താ എന്നോട് പറയാതിരുന്നതെന്ന് രേവതിയോട് ചോദിക്കുന്ന സമയത്ത് താനത് അറിഞ്ഞിരുന്നില്ല എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, രേവതിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഈ ഒരു കാര്യം. ശമോനെ ഷർട്ട് ഡ്രസ്സ് എടുത്തത് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ എടുത്തു തന്ന ഡ്രസ്സ് ഇട്ടാൽ കുഴപ്പം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ശരത്തിനെ കാണുമ്പോഴത്തേക്ക് സച്ചിയുടെ ദേഷ്യം കൂടി വരികയാണ്. സച്ചി വരുന്ന പറയുന്നുണ്ട്, ഇവൻ എടുത്തു തന്ന ഡ്രസ്സാണ്, എനിക്ക് ഈ ഒരു ഡ്രസ്സ് വേണ്ട. ഈ ഡ്രസ്സിന് ഒരുപാട് പാവപ്പെട്ട പേര് കണ്ണീരും രക്തവും കലർന്നിട്ടുണ്ടാവും, അതിൽ നിന്നുള്ള പ്രതിഫലം എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഷർട്ട് ശരത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്. സച്ചിയെ പിടിച്ചു നിർത്താനായിട്ട് ലക്ഷ്മിയും ദേവുവും രേവതിയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. വേഗം നിന്ന് സച്ചി വണ്ടിയിലേക്ക് കയറട്ടെ. ഈ സമയത്ത് രേവതിയോടായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ കണ്ടില്ലേ ഞാൻ പറഞ്ഞാലൊന്നും സച്ചിയേട്ടൻ കേൾക്കുകയില്ല, ഞാൻ എന്തായാലും സച്ചിയേൻ്റെ കൂടെ ചെല്ലട്ടെ, അമ്മ വൈകുന്നേരം ഫംഗ്ഷൻ ദേവുവിനും ശരത്തിനും കൂട്ടി അങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി വണ്ടിയിലേക്ക് കയറുന്നത്. വണ്ടിയിലേക്ക് കയറുന്നതിന് ശേഷം സച്ചി ഭയങ്കര സ്പീഡിലായിട്ട് വണ്ടി ഓടിക്കുക. ഈ ഒരു സമയത്ത് രേവതി പറയുന്നത്, സച്ചിയേട്ടൻ നിങ്ങൾ പതിയെ വണ്ടി ഓടിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി തൻ്റെ ദേഷ്യം മുഴുവൻ അവിടെ വണ്ടി ഓടിച്ച് തന്നെ തീർക്കാം കേട്ടോ. അങ്ങനെ വണ്ടി കുറച്ചു ദൂരം പോയി കഴിയുന്ന സമയത്ത് രേവതി പറയുന്നത്, നിങ്ങൾ ഇതേ രൂപത്തിൽ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ കളിയാക്കാനേ നേരമുള്ളൂ, ഇട്ടിരുന്ന ഡ്രസ്സ് അവിടെ ഊരി മേടിച്ചു എന്ന് പറഞ്ഞായിരിക്കും അമ്മേനെ കളിയാക്കാൻ പോകുന്നതെന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് ഇപ്പം നിനക്ക് എന്താ വേണ്ടത്, ഞാൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലണം, അത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ മുമ്പിലായിട്ട് വണ്ടി നിർത്തുകയാണ്. അതിനുശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ നിങ്ങളിവിടെ നിൽക്കുക, നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട, എനിക്കുള്ള ഡ്രസ്സ് ഞാൻ തന്നെ പോയി എടുത്തോളാം, എൻ്റെ ഡ്രസ്സിൻ്റെ സൈസ് മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നർ ബനിയനും പാൻറ്റും ഒക്കെ ഇട്ട് സച്ചി പോകുന്ന സമയത്ത് രേവതി പറയുന്നത്, സച്ചിയായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാണക്കേടാണ്, നിൽക്ക് ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി ദേഷ്യത്തോടെ തന്നെ അകത്തേക്ക് ഇടിച്ചില്ലാണ്. അപ്പോൾ സച്ചിയുടെ കോലം കാണുന്ന സമയത്ത് അവിടുത്തെ ഓണർ സച്ചിയെ തന്നെ രൂക്ഷമായി തന്നെ നോക്കുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, തലയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളൊന്നുമല്ല, നോർമലായിട്ടുള്ള ആളാണെന്ന് പറയാനായിട്ട്. അദ്ദേഹം സച്ചിയെ നോക്കുന്ന സമയത്ത് സച്ചി മുഖം കൊണ്ട് ഗോഷ്ടിയെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി സച്ചിയായിട്ട് നിങ്ങളൊന്ന് അനങ്ങാതിരിക്കുമെന്ന് പറയുകയാണ്. ഈ ഒരു സമയത്ത് ഷോപ്പിൻ്റെ ഓണർ പറയുന്നുണ്ട്, എന്തായാലും സാറ് ഷർട്ട് ഇടാതെ വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ ഷോപ്പിൽ അത്രയേറെ വിശ്വസ്തത സാറ് പുലർത്തുന്നുണ്ട്, മാത്രമല്ല ഷർട്ട് ഇടാതെ വന്നുകൊണ്ട് സാറിന് ചേർന്ന ഡ്രസ്സും ചൂസ് ചെയ്യാലോ എന്നൊക്കെയാണ് ഓണർ പറയാം കേട്ടോ. അതിനുശേഷം ഇദ്ദേഹം തന്നെയാണ് സച്ചിയെ ഡ്രസ്സ് എടുക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന. പിന്നീട് ഷോപ്പിലുള്ള ബാക്കിയുള്ള വർക്കേഴ്സിനെയൊക്കെ കൂട്ടി നിർത്തിയതിന് ശേഷം സച്ചിയുടെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു സമയം സച്ചി ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല ഞങ്ങളുടെ ഷോപ്പിലേക്ക് വിശ്വാസത്തോടു കൂടി തന്നെ വന്നൊരു വ്യക്തിയല്ലേ സാർ ഞങ്ങളൊരു നല്ലൊരു കസ്റ്റമറാണ്, ഈ ഒരു ഫോട്ടോ ഇത് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഷോപ്പിൽ തന്നെയുള്ള മറ്റൊരാളോട് പറയുന്നുണ്ട്, ഈ ഒരു ഫോട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, ഈ ഒരു വീഡിയോ നമ്മൾ വൈറലാക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി വേഗം വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സാറ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടരുത്, ഇപ്പോൾ ഒരു വൈറലായതിൻ്റെ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്നുള്ളൂ, അതിനുള്ളിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ ഭാര്യയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു ഫോട്ടോ ഇവിടെ വലിയൊരു ഫ്രെയിം ചെയ്ത് വെക്കുന്നതിനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ഷോപ്പിൻ്റെ ഓണർ ചോദിക്കുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല, അത് വെച്ചോളൂ, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇടണ്ടായി എന്ന് പറയാൻ. അങ്ങനെ നമ്മുടെ സച്ചി രേവതി ഡ്രസ്സ് എടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് രേവതി ഒരു ഷർട്ട് കാണിച്ചു കൊടുക്കുന്നത്, എന്നാൽ സച്ചിക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഷർട്ടാണ്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്നാൽ സച്ചിന് ആ ഒരു ഡ്രസ്സ് തന്നെ എടുത്തോളാൻ പറയുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന സെയിൽസ് ബോയ് പറയാണ്, സാറിന് ഇതുപോലെ ഭാര്യ കിട്ടിയ ഭാഗ്യം തന്നെയാണ്. സാധാരണ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ഡ്രസ്സ് എടുക്കാൻ വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഭർത്താക്കന്മാരുടെ തലയിൽ വെച്ചേൽപ്പിക്കാറാണ് പതിവ്, പക്ഷേ സാറിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ സാറിൻ്റെ ഭാര്യ പെരുമാറുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിയോ സ്നേഹത്തോടു കൂടി തന്നെ നോക്കേണ്ട സച്ചി. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രേവതി പറയുന്നത്, നല്ല സച്ചിയേട്ടാ അങ്ങ് പോയി ഡ്രസ്സല്ലല്ലോ ഇങ്ങോട്ടേക്ക് പോയി വന്നത്, എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ള ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം രേവതി ഇങ്ങനെ ശരത്തിനോട് ഇത്ര ദേഷ്യം തോന്നാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്
നീ കൃത്യമായി തന്നെ ശരത്തിനെ മനസ്സിലാക്കിയിട്ടില്ല രേവതി. അവനെക്കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ നിന്നോട് തുറന്ന് പറയുകയാണെങ്കിൽ നീ ആകെ തകർന്നു പോകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിയുടെ സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന രേവതി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ സച്ചി ഒന്നും പറയാതെ തന്നെ രേവതിയും കൂട്ടിക്കൊണ്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയി. ഇതേസമയം തന്നെ ചന്ദ്രയാകട്ടെ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് ആകെ ക്ഷീണിതയായിട്ട് ഡൈനിങ് ടേബിളിൽ എടുത്ത് വന്നിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ ഇത്ര ടയേർഡായിരുന്ന അമ്മയ്ക്ക് എന്നെ ശ്രുതിനെ കൂടി വിളിക്കാൻ പാടില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി വേഗം ശ്രുതിനെ രൂക്ഷമായി തന്നെ നോക്കുകട്ടെ. പെട്ടെന്ന് തന്നെ ചന്ദ്ര ശ്രുതിയെ നോക്കുന്ന സമയത്ത് ശ്രുതി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ അമ്മയ്ക്ക് എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അവിടെ വെറുതെ ഇരിക്കല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന നേരത്ത് അത് കുഴപ്പമില്ല മോൾക്ക് പാർലറൊക്കെ തുറക്കാമല്ലേ, ഞാൻ തന്നെ പണികളൊക്കെ ചെയ്ത് നിർത്തോളാം, മാത്രമല്ല ഒരിക്കലും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും അടുക്കളയിൽ കയറേണ്ടി വരും, അത് പാടില്ല, രേവതി തന്നെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണമെന്നൊക്കെ ഞാൻ ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. ഇരുവരെയും അതായത് അങ്ങോട്ടേക്ക് പോയൊരു മൂഡിലല്ല രണ്ടുപേരും തിരിച്ചു വരുന്നത്, മാത്രമല്ല സച്ചി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സംശയത്തിൽ 3 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛമ്മയും രവി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അച്ഛമ്മ വന്ന ഉടനെ തന്നെ ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നു, നീ എന്താ ഇവിടെ റെസ്റ്റ് എടുക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല പിന്നെ ഇത്രയും നേരം അടുക്കളയിൽ പണിയായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവർ 3 പേരും അതായത് ചന്ദ്രയും ശ്രുതിയും ഇങ്ങനെ സച്ച ഡ്രസ്സ് മാറി വന്നതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നൊക്കെ രേവതി അടുക്കളയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി അച്ഛമ്മയുടെ അടുത്ത് വരുന്ന സമയത്ത് അച്ഛമ്മ ചോദിക്കുന്നത്, മോളെന്താ പോയ പോലെ എൻ്റെ വേഗം വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല അച്ഛമ്മ, ഇവിടുത്തെ പണികളൊക്കെ ഒരുപാട് ബാക്കി തീർക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നതെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. അതിനല്ലേ ഇവിടെ ചന്ദ്രയുള്ളത്, പിന്നെ നീ ഇതിന് ഇത്തിരി തിരക്ക് പിടിച്ച് വന്നതിനൊക്കെ ഞാൻ അച്ഛമ്മ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. ഈ സച്ചിയുടെ ഡ്രസ്സൊക്കെ മാറിയുള്ള വരവ് കാണുമ്പോൾ തന്നെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല രേവതി മോളുടെ അമ്മ മേടിച്ചെന്ന് ഡ്രസ്സ് ഇട്ടുണ്ടല്ലോ നീ അങ്ങോട്ടേക്ക് പോയത്, പിന്നെന്താ തിരിച്ചു വന്നപ്പോൾ വേറെ ഡ്രസ്സ് ഇട്ടത് എന്ന് ചോദിക്കുന്ന സമയം സച്ചിയാവട്ടെ അച്ഛമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ പരിങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.